بسم الله الرحمن الرحيم. إلى حضرة روح النبي المصطفى محمد صلى الله عليه وسلم، ثم إلى حضرة روح غوثنا شيخنا الشيخ محمد بن الشيخ محمد القادري الجشتي الجاديري رضي الله عنه. الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലം തങ്ങളുടെ പാപ്പാന്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ ജീവന്റെ ജീവനായ ജാദിയേരി ശൈഖ് തങ്ങളുപ്പാപ്പാന്റെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ഹജ്ജ് ശരീഅത്തിലും ത്വരീഖത്തിലും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഉമ്മുൽ ഖുറ അൽ മക്കത്തുൽ മുകറമ, അല്ലാഹുവിന്റെ ആ വിശുദ്ധ ഭൂമിയിൽ, വിശുദ്ധമായ ഹറം ഷരീഫിൽ, ആ പരിശുദ്ധ ഭൂമിയിൽ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ലക്ഷക്കണക്കിന് മനുഷ്യർ ഹജ്ജ് കർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോക മുസ്ലിമീങ്ങൾ വിശുദ്ധമായ ബലി പെരുന്നാൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്തോഷ മുഹൂർത്തത്തിൽ ഹജ്ജ് ശരീഅത്തിലും ത്വരീഖത്തിലും എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം വിശദീകരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുപ്പാപ്പയുടെ വിശുദ്ധമായ ഗ്രന്ഥം സിറുൽ അസ്റാർ, ആ സിറുൽ അസ്റാറിലെ 18ാമത്തെ അധ്യായം. സിറുൽ അസ്റാറിൽ 24 അധ്യായങ്ങളാണുള്ളത്. വിശുദ്ധമായ കലിമത്ത് തൗഹീദിന്റെ അക്ഷരങ്ങളുടെ അതേ എണ്ണം 24 അക്ഷരം, 24 അധ്യായങ്ങൾ. ഈ 24 അധ്യായങ്ങളിൽപ്പെട്ട 18ാമത്തെ അധ്യായമാണ് അൽ ഫസ്ലു സാമിൻ അശർ ഫീ ബയാനിൽ ഹജ്ജ് അശ്ശരീഅ വത്വരീഖ. ശരീഅത്തിലെയും ത്വരീഖത്തിലെയും ഹജ്ജിനെ കുറിച്ച് വിശദീകരിക്കുന്നു. സിറുൽ അസ്റാറിന്റെ 114ാമത്തെ പേജ്. ഗൗസുൽ ആലം തങ്ങളുപ്പാപ്പ പറയുന്നു, അൽ ഹജ്ജു അലാ നൗഅൈൻ. ഹജ്ജ് രണ്ട് വിധമാണ്. ഹജ്ജു ശരീഅ വ ഹജ്ജു ത്വരീഖ. ശരീഅത്തിലെ ഹജ്ജ്, ത്വരീഖത്തിന്റെ ഹജ്ജ്. ശരീഅത്തിൽ ഒരു ഹജ്ജുണ്ട്, ത്വരീഖത്തിൽ ഒരു ഹജ്ജുണ്ട്. ഈ രണ്ട്
ഹജ്ജിനെയും വിശദീകരിക്കുകയാണ്. ഫഹജ്ജു ശരീഅ, അപ്പോൾ ശരീഅത്തിലെ ഹജ്ജ് എന്ന് പറയുന്നത് ബിഹജ്ജി ബൈത്തില്ലാഹി തആല, അല്ലാഹുവിന്റെ വിശുദ്ധമായ കഅബ ശരീഫിൽ ചെന്ന് ഹജ്ജ് ചെയ്യൽ കൊണ്ടാണ് അത് ഉണ്ടാകുക. ബിശറായിത്തിഹി വ അർക്കാനിഹി, ഹജ്ജിന്റെ ഷർത്തുകളും ഫർളുകളും പാലിച്ചാലാണ് ആ ഹജ്ജ് ഉണ്ടാവുക. ഹത്താ യഹ്സുല സവാബുൽ ഹജ്ജ്, അങ്ങനെ ഒരാൾ ഹജ്ജ് ചെയ്താൽ അവന് ഹജ്ജിന്റെ കൂലി ലഭിക്കുന്നതാണ്. ഫഇദാ നഖസ ശൈഉം മിൻ ശറായിത്തിഹി, ഹജ്ജിന്റെ ഷർത്തുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിന് ഒരു കുറവ്, കോട്ടം സംഭവിച്ചാൽ നഖസ സവാബുൽ ഹജ്ജ്, ഹജ്ജിന്റെ കൂലിയും കുറയുന്നതാണ്, അതിന് കോട്ടം സംഭവിക്കുന്നതാണ്. ലിഅന്ന അല്ലാഹു തആല, കാരണം അല്ലാഹു സുബ്ഹാനഹു തആല അമറന, നമ്മോട് കൽപ്പിച്ചു, ബിഇത്മാമിൽ ഹജ്ജ്, ഹജ്ജ് പൂർത്തിയാക്കി ചെയ്യാൻ കൽപ്പിച്ചു. ഖൗലിഹി തആല വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ ഹജ്ജും ഉംറയും പൂർത്തിയാക്കുക. ഹജ്ജു എന്നല്ല അല്ലാഹു പറഞ്ഞത്, അതിമ്മുൽ ഹജ്ജ, ഹജ്ജ് പൂർത്തിയാക്കി ചെയ്യുക. ഫമിൻ ശറായിത്തിഹി, ഹജ്ജിന്റെ ഷർത്തുകൾ അതിൽപ്പെട്ടതാണ് ഇഹ്റാം ചെയ്യുക, മക്കയിൽ പ്രവേശിക്കുക, ഖുദൂമിന്റെ തവാഫ് ചെയ്യുക, അറഫയിൽ, അതായത് ഹജ്ജുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിന്റെ ഷർത്തുകളും റുക്നുകളും എല്ലാം മൊത്തത്തിൽ ഗൗസുൽ ആലം പാപ്പ വിശദീകരിക്കുകയാണ്. അറഫയിൽ നിൽക്കുക, മുസ്ദലിഫയിൽ നിൽക്കുക, ഉദ്ഹിയ്യത്ത് അറുക്കുക, അങ്ങനെ ഹറമിൽ പ്രവേശിച്ച് കഅബയെ 7 പ്രാവശ്യം തവാഫ് ചെയ്ത് സംസം വെള്ളം കുടിച്ച് നിസ്കരിച്ച്, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല ഹറാമാക്കിയ, അതുവരെ ഹജ്ജ് കൊണ്ട് ഹറാമായ ചില കാര്യങ്ങൾ അതോടുകൂടെ ഹലാലായി, തഹല്ലുലായി. ഈ ഹജ്ജിന്റെ പ്രതിഫലം, അഥവാ ഹജ്ജിൻ്റെതായ ഷർത്തുകളും ഫർളുകളും പാലിച്ചുകൊണ്ട് ഒരാൾ ഹജ്ജ് ചെയ്താൽ അതിന്റെ പ്രതിഫലം ഫജസാഉ ഹാദൽ ഹജ്ജ് അൽ ഇത്ഖു മിനൽ ജഹീം വൽ അംനു മിനൽ ഖഹർ, ഇതിന്റെ കൂലി ഒരു മനുഷ്യൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ്. പക്ഷെ ഈ ഹജ്ജ് ഇതിൻ്റെതായ സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ ചെയ്യണം, എന്നാലാണ് ഹജ്ജ് ഹജ്ജാവുകയുള്ളൂ. അങ്ങനെ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് സ്വീകരിച്ചാൽ അവന് നരകമോചനം ഉണ്ട്. വഅമ്മാ ഹജ്ജു ത്വരീഖ, അപ്പോൾ ത്വരീഖത്തിന്റെ ഹജ്ജ്, ഫസാദുഹു വറാഹിലതുഹു അവ്വലൻ അൽ മൈലു ഇലാ സാഹിബിൽ തൽഖീൻ വഅഖ്ദിഹി മിൻഹു, വളരെ വ്യക്തമാണ്. ത്വരീഖത്തിന്റെ ഹജ്ജ് എന്ന് പറയുന്നത് ഫസാദുഹു, അതിന്റെ ഭക്ഷണം, വറാഹിലതുഹു അവ്വലൻ, ആ ഹജ്ജിലേക്ക് പോകുമ്പോഴുള്ള വാഹനം, അഥവാ അള്ളാഹുവിന്റെ വിശുദ്ധമായ കഅബ ശരീഫ് ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര പോകണം, അതിന് വാഹനം വേണം, അപ്പൊ ഭക്ഷണം വേണം. ഈ ഭക്ഷണവും ഈ വാഹനവുമെല്ലാം അൽ മൈലു ഇലാ സാഹിബിൽ തൽഖീൻ, അവലൻ അൽ മൈലു ഇലാ സാഹിബിൽ തൽഖീൻ, ആദ്യമായി ത്വരീഖത്തിന്റെ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ചെയ്യേണ്ടത് ദിക്ർ നൽകുന്ന ഒരാളിലേക്ക് ചായലാണ്. ദിക്ർ നൽകുന്ന ഒരാളെ തേടി പിടിച്ച് അദ്ദേഹത്തിലേക്ക് ചാഞ്ഞ് അദ്ദേഹത്തിന്റെ തിരുഹളറത്തിൽ ഇരുന്ന് വഅഖ്ദിഹി മിൻഹു, അദ്ദേഹത്തിൽ നിന്ന് ദിക്ർ സ്വീകരിക്കലാണ്. അപ്പോ ഒരു ത്വരീഖത്തുകാരന്റെ ഹജ്ജ് അല്ലെങ്കിൽ ത്വരീഖത്തിലെ ഹജ്ജ് എന്ന് പറയുന്നത്
മുറബ്ബിയായ ഷെയ്ഖിൽ നിന്ന് സിക്ർ സ്വീകരിക്കലാണ്. ഖാദിരിയ ത്വരീഖത്തിന്റെ കാമിലായ സിക്ർ തന്നെ വേണം. നമ്മുടെ ജീവന്റെ ജീവനായ ജാജിയേരി ഷെയ്ഖ് തങ്ങൾ ഉപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരം അവിടുത്തെ ഖലീഫമാർ ഖാദിരിയ ത്വരീഖത്തിന്റെ കാമിലായ സിക്റാണ് നൽകുന്നത്. ഇതുവരെ ആ സിക്ർ ലഭിക്കാത്തവർ ജാജിയേരി ഷെയ്ഖ് തങ്ങൾ ഉപ്പാപ്പയുടെ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് സിക്ർ സ്വീകരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അപ്പൊ ത്വരീഖത്തിന്റെ ഹജ്ജ് ഉദ്ദേശിക്കുന്ന ഒരാൾ സിക്ർ നൽകുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് സിക്ർ സ്വീകരിക്കുകയാണ് വേണ്ടത്. ثم മുലാസമത്തു സിക്രി ബിൽ ലിസാൻ വമുലാഹളതു മഅനാഹു ഹത്താ തഹ്സുല ഹയാത്തുൽ ഖൽബി ലഹു. അതായത് ലിസാനിയായ സിക്ർ മുറുകെ പിടിച്ച് അതിന്റെ അർത്ഥം ചിന്തിച്ച് അങ്ങനെ അവന്റെ ഹൃദയത്തിന് ജീവൻ ലഭിക്കണം. സുമ്മ യഷ്തഗൽ ബിദിക്രിൽ ബാത്തിൻ. റൂഹിയായ ദിക്ർ ഒരാൾ സ്വീകരിക്കുമ്പോൾ തന്നെ ആ ദിക്ർ നാവ് കൊണ്ടും ഉച്ചരിക്കാം. അതായത് നാവ് കൊണ്ട് അത് ചെല്ലുന്ന ദിക്റാണ്. അത് റൂഹിയായ ദിക്റിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഉപ്പാപ്പ ലിസാനിയായ ദിക്ർ എന്ന് പറഞ്ഞത് റൂഹിയായ ദിക്റിന്റെ ഒരു മുഖദ്ദിമയായിട്ടാണ്. ഒരാൾക്ക് റൂഹിയായ ദിക്ർ കിട്ടിയാൽ പിന്നീട് ആ ദിക്ർ റൂഹിയായ ദിക്റിലാണ് അദ്ദേഹം മുന്നേറേണ്ടത്. അതാണ് സുമ്മ യഷ്തഗലു ബിദിക്രിൽ ബാത്തിൻ. പിന്നീട് ബാത്തിനിയായ ദിക്ർ കൊണ്ട് ആ മനുഷ്യൻ ജോലിയാവുക. ഹത്താ യുസഫീഹി തസ്ഫിയത്ത്. ആ മനുഷ്യനെ സ്ഫുടം ചെയ്യുന്നത് വരെ ബിമുലാസമത്തി അസ്മാഇ സിഫാത്ത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മുകൾ മുറുകെ പിടിച്ചുകൊണ്ട് ആ മനുഷ്യനെ തസ്ഫിയത്ത് ചെയ്യുന്നത് വരെ, അഥവാ അല്ലാഹുവിന്റെ ദിക്റിൽ മുഴുകി ആ ദിക്ർ കൊണ്ട് ആ മനുഷ്യന്റെ ഹൃദയം സ്ഫുടം ചെയ്യണം. അങ്ങനെ ഒരു മനുഷ്യന്റെ ഹൃദയം ബാത്തനിയായ ദിക്ർ കൊണ്ട് റൂഹിന്റെ ദിക്ർ കൊണ്ട് സ്ഫുടം ചെയ്താൽ ഫതദ്ഹറു കഅബതു സിർരി ബിഅൻവാരി സിഫാത്ത്. ദിക്ർ ചെയ്ത് 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 അല്ലാഹുവിന്റെ തൗഫീഖ് റഫീഖാവുമ്പോൾ ഉണ്ടാകുന്ന സംഗതിയാണ് ഫതദ്ഹറു കഅബതു സിർ. ഒരു തരീഖത്തുകാരന് ഹജ്ജ് ചെയ്യണം. ഹജ്ജ് ചെയ്യാൻ കഅബ വേണം. കഅബ ഏതാണ്? കഅബത്തു സിറാണ്. സിറിന്റെ രഹസ്യത്തിന്റെ കഅബയാണ്. ആ കഅബ ആ മനുഷ്യന് തന്നെ പ്രത്യക്ഷപ്പെടുന്നതാണ്. കമാ അമറല്ലാഹു തആല ഇബ്രാഹിം ഇസ്മാഈൽ അലൈഹിമസ്സലാം. അല്ലാഹു ഇബ്രാഹിം അലൈഹിസ്സലാമിനോടും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും കൽപ്പിച്ചല്ലോ, ബിതത്ഹീരിൽ കഅബതി അവ്വല, ആദ്യം തന്നെ കഅബ ശുദ്ധിയാക്കണം എന്ന്. കമാ ഖാല അല്ലാഹു തആല വഅഹ്ദിനാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈല അൻ തത്ഹിറാ ബൈതിയ ലിത്വായിഫീൻ. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞ വിശുദ്ധമായ ആയത്താണ്. ഇബ്രാഹിം ഇസ്മായിൽ അലൈഹിമസ്സലാമിനോട് നാം വാഗ്ദാനം ചെയ്തു, എന്ത്? എന്റെ വിശുദ്ധമായ ഗേഹം കഅബ ത്വായിഫീങ്ങൾക്ക് വേണ്ടി തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടി നിങ്ങൾ ശുദ്ധിയാക്കുക. അപ്പൊ എങ്ങനെയാണ് കഅബ ശുദ്ധിയാക്കുക? ഏതാണ് ആ കഅബ? ഫകഅബത്തുല്ലാഹിരി തത്ഹീറുഹാ ലിഅജലി ത്വായിഫീന മിനൽ മഖ്ലൂഖാത്ത്. ലാഹിറൻ കഅബ അഥവാ വിശുദ്ധമായ മക്ക അൽ മുകറമ, അൽ മക്കത്തുൽ മുകറമയിലെ വിശുദ്ധമായ കഅബ ഷരീഫ്, അതിനെ ശുദ്ധിയാക്കുന്നത് ലിഅജലി ത്വായിഫീൻ മിനൽ മഖ്ലൂഖാത്ത്,
സൃഷ്ടികൾക്ക് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ പടപ്പുകൾക്ക് വേണ്ടിയിട്ടാണ് കഅബ ശുദ്ധിയാക്കുന്നത്. എന്നാൽ ബാത്തിനിയായ കഅബ, ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിന്റെ ഉള്ളിൽ ആ ഹൃദയം സ്ഫുടം ചെയ്യപ്പെട്ടാൽ പ്രത്യക്ഷപ്പെടുന്ന കഅബയുണ്ടല്ലോ, ആ കഅബ തത്ഹീറുഹ, ആ ഹൃദയമാകുന്ന കഅബയെ ശുദ്ധീകരിക്കുന്നത് ലിനളിരിൽ ഖാലിഖി, അല്ലാഹു നോക്കുന്നു എന്നതിന് വേണ്ടിയാണ്. ഹൃദയമാണ് അള്ളാഹുവിന്റെ നോട്ടസ്ഥാനമായ കഅബ. അള്ളാഹുവിന്റെ നോട്ടം പതിയുന്ന ആ ഇടം പരിശുദ്ധമാകണം. അതിനു വേണ്ടിയാണ് ഹൃദയമാകുന്ന കഅബ ശുദ്ധീകരിക്കണം എന്ന് അള്ളാഹു പറഞ്ഞത്. ثم أحرم بنور الروح القدس ثم دخل كعبة القلب. അങ്ങനെ ഗൗസുൽ ആലം തങ്ങൾ ഉപ്പാപ്പ ത്വരീഖത്തുൽ ഹജ്ജിന്റെ ഓരോ ഘട്ടങ്ങളെയും വിശദീകരിച്ച് 12 ഘട്ടങ്ങളായി വിശദീകരിക്കുന്നു മുഅ്മിനീങ്ങളെ. ഈ 12 ഘട്ടങ്ങൾ ഇങ്ങനെ പരസ്യമായി പറയേണ്ട ഒരു വിഷയമല്ല. ഒരു മുറബ്ബിയായ ഷേഖിന്റെ തിരുഹളറത്തിൽ ചെന്ന് ദിക്ർ സ്വീകരിച്ച് ഒരു മുരീദ് ആ ദിക്റിലൂടെ മുന്നേറി അവന്റെ ഹൃദയം സ്ഫുടം ചെയ്ത് അവൻ അനുഭവിക്കേണ്ട ഘട്ടങ്ങളാണ് ഈ 12 ഘട്ടങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ പരമരഹസ്യം പരസ്യമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഗൗസുൽ ആലം തങ്ങൾ പറഞ്ഞ ആ കാര്യങ്ങൾ, അവിടുത്തെ സിറുൽ അസ്റാറിൽ വളരെ വ്യക്തമായി പറഞ്ഞ ആ കാര്യങ്ങൾ, അത് തന്നെ ആ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുകയും ഇല്ല. എന്നാൽ ഉപ്പാപ്പ പറയുന്നു, വഹാദിഹി തഅ്വീലാത്ത്, ഈ വ്യാഖ്യാനങ്ങളെല്ലാം ഫീ ദാഇറത്തിൽ ലിസാനി വൽ അഖൽ, നാവ് കൊണ്ട് പറയാൻ കഴിയുന്ന, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഉപ്പാപ്പ പറഞ്ഞ 12 കാര്യങ്ങൾ അതൊരു തരീഖത്തിൽ എത്തിയ വ്യക്തിയോടാണ് പറയുന്നത്. തരീഖത്തുകാരനും അല്ലാത്തവനും ഇത് കേൾക്കുന്നത് കൊണ്ട് നാം അത് പരസ്യമായി പറയുന്നില്ല. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഏറ്റവും മൂല്യമേറിയ കാര്യങ്ങളാണ്. നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ മനസ്സിനോ അത് ഉൾക്കൊള്ളാനോ ശരിക്കും മനസ്സിലാക്കാനോ കഴിയാത്ത സംഭവങ്ങളാണ്. ഈ കാര്യങ്ങളെ പറ്റിയാണ് ഉപ്പാപ്പ പറഞ്ഞത്. ഈ പറഞ്ഞ വ്യാഖ്യാനങ്ങൾ നാവ് കൊണ്ട് പറയാൻ പറ്റുന്ന ബുദ്ധിയുടെ പരിധിയിൽപ്പെട്ട കാര്യങ്ങളാണ്, അഥവാ അതിബുദ്ധിമാരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. അതിനപ്പുറമുള്ള കാര്യങ്ങൾ, അഥവാ ത്വരീഖത്തിന്റെ ഹജ്ജിലെ ഇതിനുമപ്പുറമുള്ള രഹസ്യങ്ങൾ ഫലാ യുംകിനുൽ ഇഖ്ബാറു അൻഹു, അത് പറയാൻ തന്നെ പറ്റുകയില്ല. എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. ലിഅന്നഹു ലാ തുദ്രികുൽ അഫ്ഹാം വൽ അദ്ഹാൻ, കാരണം ആ പരമരഹസ്യങ്ങളെ മനുഷ്യന്റെ ബോധവും മനുഷ്യ മനസ്സുകളും മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതിനപ്പുറമാണ്. വലാ തസഉൽ ഖവാതിറു ഫീ ദാലിക്, അതിന് മനുഷ്യ മനസ്സിന് സാധ്യമല്ല. കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പ പറഞ്ഞ വിശുദ്ധമായ ഹദീസ് ഉണ്ടല്ലോ, ഇന്ന മിനൽ ഇൽമി കഹൈഅത്തിൽ മക്നൂൻ, അറിവിൽപ്പെട്ട ചില അറിവുകളുണ്ട്. കഹൈഅത്തിൽ മക്നൂൻ, അത് പരമരഹസ്യമാണ്. ലാ യഅലമുഹാ ഇല്ലൽ ഉലമാഉ ബില്ലാഹ്, അല്ലാഹുവിന്റെ ആരിഫീങ്ങളായ അലിമീങ്ങളായ മശായിഖന്മാർക്കല്ലാതെ അത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഫഇദാ നതഖൂ ബിഹി, അവർ ആ ഇൽമ് സംസാരിച്ചാൽ, അവർ മനസ്സിലാക്കിയ അവർ ഉൾക്കൊണ്ട ആ ഇൽമ് സംസാരിച്ചാൽ,
ലം യുൻകിറുഹു ഇല്ലാ അഹ്ലുൽ ഗിർറ. ലാഹിറൻ ഇൽമ കൊണ്ട് വഞ്ചിതരായ ആളുകൾ അല്ലാതെ അതിനെ ഒരിക്കലും നിഷേധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ലാഹിറൻ ഇൽമ മാത്രം പഠിച്ച ആളുകൾക്ക് ഈ പരമരഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ഒരിക്കലും കഴിയുകയില്ല മുഅ്മിനീങ്ങളെ. ചുരുക്കി പറഞ്ഞാൽ ത്വരീഖത്തിലെ ഹജ്ജ്, ആ ഹജ്ജിലാണ് ഓരോ മുരീദും പ്രവേശിച്ചിട്ടുള്ളത്. തന്റെ ശൈഖ് മുറബ്ബിയിൽ നിന്ന്, നമ്മുടെ ജീവനായ ജാതിയേരി ശൈഖ് തങ്ങൾ പാപ്പയിൽ നിന്ന് ആ ദിക്ർ സ്വീകരിക്കലോടുകൂടെ ആ ഹജ്ജിന് ഇഹ്റാം കെട്ടി. ആ ഹജ്ജിലാണ് നാം ഉള്ളത്. നമ്മുടെ ജീവിതം മുഴുവൻ ഹജ്ജാണ്. വിശുദ്ധമായ കലിമത്ത് തൗഹീദ് കൊണ്ട് വിശുദ്ധമായ കഅബ ശരീഫ് തവാഫ് ചെയ്യുകയാണ്. ഹൃദയമാകുന്ന കഅബയെ വിശുദ്ധമായ കലിമ കൊണ്ട് തവാഫ് ചെയ്യുക. 24 മണിക്കൂറും 24 അക്ഷരങ്ങൾ കൊണ്ട് ഓരോ ശ്വാസോച്ഛ്വാസവും ദിക്റിലായിരുന്നാൽ ആ മനുഷ്യൻ കാണുന്ന കാഴ്ചകൾ പറഞ്ഞ് അറിയിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അതുകൊണ്ട് തന്നെ ഖാദിരിയ തരീഖത്തിന്റെ ഈ കാമിലായ ദിക്ർ ഉപ്പാപ്പയിൽ നിന്ന്, അല്ലെങ്കിൽ ഉപ്പാപ്പ നിർദ്ദേശിച്ച നിശ്ചയിച്ച ഖലീഫമാരിൽ നിന്ന് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദിക്റിലായി നിലയുറപ്പിക്കുക, ഈ ദിക്റിലായി മുഴുകുക എന്ന് ആദ്യം എന്നോടും നാം ഓരോരുത്തരോടും ഉണർത്തുകയാണ്. ഈ ദിക്ർ, ഇതിനപ്പുറം ഒരു ദിക്ർ ഇല്ല. ദുനിയാവൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് നമ്മെ പോലെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് കിട്ടാവുന്നതിൽ പരമാവധി ഏറ്റവും വലിയ ദിക്റാണ് ഈ ദിക്ർ. ഈ ദിക്ർ ഉണ്ടെങ്കിൽ അവന്റെ 2 ലോകവും സലാമത്തായി മോമിനീങ്ങളെ. അതുകൊണ്ട് തന്നെ ഈ ദിക്ർ ഉള്ളവർ ഇതിൽ ഉറച്ചു നിൽക്കുക. ഇതിന്റെ സാഹിബ്, ഇതിന്റെ എല്ലാമായ നമ്മുടെ ജാതിയേരി ശൈഖ് തങ്ങൾ പാപ്പയുമായി ലാഹിറം വ ബാത്തിനൻ ബന്ധം പുലർത്തി മജ്ലിസുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുക. ഈ ദിക്ർ ഇല്ലാത്തവർ, ഈ ദിക്ർ നൽകുന്ന ഉപ്പാപ്പയുടെ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് ദിക്ർ സ്വീകരിക്കുക, സലാമത്താവുക. അവസാന കാലത്തെ കപ്പലാണിത്, ഒടുക്കത്തെ കപ്പലാണ് എന്ന് ഉപ്പാപ്പ എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കപ്പൽ, ഈ ഖാദിരിയ തരീഖത്തിന്റെ കപ്പൽ, അസ്സഫീനത്തുൽ ഖാദിരിയ, ഖാദിരിയത്തിന്റെ കപ്പൽ, അറിയാത്തവരെല്ലാം അറിഞ്ഞോളി. ഇങ്ങനെ ഒരു സംഭവം ഇവിടെയുണ്ട്. വിശുദ്ധമായ കാമിലായ ദിക്റുണ്ട്, അത് നൽകുന്നവരുണ്ട്. അതാണ് സലാമത്തിന്റെ പാത, അതാണ് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി, അതാണ് ഈമാൻ സലാമത്തിന്റെ വഴി. ഇതിലേക്ക് വന്ന് ഇത് സ്വീകരിച്ച് ഇതിലായി നിന്ന് സലാമത്താവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലങ്ങൾ പാപ്പാന്റെ മുരീദന്മാരാക്കി 2 ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ, ആമീൻ. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളുടെ ജീവനായ ജാതിയേരി ശൈഖ് തങ്ങൾ പാപ്പാന്റെ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മുരീദന്മാരാക്കി 2 ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ, ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.